ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് ഈ ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിലധികം പോകാൻ സാധിക്കാത്തതുകൊണ്ടോന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, 2 ദിവസം മുമ്പ് ഞാൻ പോയൊരു ട്രെയിൻ യാത്ര നമ്മളിന്ന് മെമ്മറി ആക്കാൻ പോകുന്നു. എങ്ങനെയെന്നല്ലേ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ ജേണലാണ്. പണ്ട് ഡയറി എഴുതുന്ന പോലെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന സാധനമാണ് ജേർണലിങ്. ഇത് ട്രെൻഡിങ് ആവാൻ വേറൊന്നുമല്ല, കാരണം ഇത് ചെയ്തു തുടങ്ങിയ ഭയങ്കര രസമാണ്. നമ്മളെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഈ ജേർണലിങ് ചെയ്യാൻ കുറേ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കയ്യിൽ നല്ലൊരു നോട്ട്ബുക്ക്, ഒരു പെന്നുണ്ടെങ്കിൽ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈ ജേർണലിങ് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്, നമ്മളിന്ന് ചെയ്യുന്നത് ട്രാവൽ ജേർണൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായ 2 ടിക്കറ്റൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അലങ്കോലപ്പണികൾ ബാക്കിയുണ്ട്. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സ് ഉപയോഗിച്ചിട്ട് നന്നാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റുമഴയിലാണെന്നല്ല, ഇങ്ങനെ മൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയിലാണ്. നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ ഭയങ്കര ഒരു ത്വര വരാൻ. എല്ലാ വർഷത്തെയും എൻ്റെ ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുന്നതാണ് ഡയറി എഴുതാന്നുള്ളത്. പക്ഷെ എന്നെപ്പോലത്തെ മടിച്ചുകൾക്ക് ഡയറി എഴുതുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ജേർണലിങ്. ആക്ച്വലി ഇതെങ്ങനെ ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പിൻട്രസ്റ്റൊക്കെ തപ്പിയിട്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഒക്കെ ഞാൻ വരുത്തിയത്. അപ്പോൾ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, ജേർണലിങ് ഈസ് സംവാട്ട് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ല, അതുകൊണ്ട് ബോറടിച്ചിരിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണിത്. ഈ ജേർണലിങ് ചെയ്യാൻ നിങ്ങൾ ട്രാവൽ ചെയ്യണം തന്നെയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസസ്, ഡ്രീം ഡെസ്റ്റിനേഷൻസ്, ഡ്രീം ആക്ടിവിറ്റി, നിങ്ങളെ ഗോൾസ്, അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ വിഷൻ ബോർഡ്, എന്തിനെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് ജേർണൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊല്ലം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ റെസൊല്യൂഷൻസ് വെക്കുമല്ലോ, പക്ഷെ അതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ലല്ലോ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാനും ഈ ജേർണലിങ് ചെയ്യുന്ന പരിപാടി നമ്മളെ ഹെൽപ്പ് ചെയ്യും വല്ലാണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എൻ്റെ ട്രാവൽ ജേർണലല്ലേ, അത് കഴിഞ്ഞിട്ടാ ഈ വർക്കിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ജേർണലിൻ്റെയും ഹൈലൈറ്റ് ഒരു കോട്ടാണല്ലോ, അതുകൊണ്ട് ഞാനൊരു കോട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻസും അറിയിക്കണേ. ബൈ.